നമസ്കാരം. ശബരിമലയിൽ ഇ.ഡി. എത്തും എന്നുറപ്പായിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇ.ഡിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് ഹൈക്കോടതി ഒരു നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ല ഇ.ഡി. ശബരിമലയിൽ പോകുന്ന കാര്യത്തിലെന്നാണ്. ഇ.ഡി. ഹൈക്കോടതിയിൽ എത്താൻ കാരണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എഫ്ഐആറുകളും മൊഴിപ്പകർപ്പുകളും ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കേസാണ്, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും നൽകുക സാധ്യമല്ലെന്നാണ്. ആ വിധിക്കെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് ഇ.ഡി. പോയത്. ഇ.ഡിയുടെ അപേക്ഷയിൽ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ഒരു വിലക്കും ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടില്ല, ഇതെല്ലാം പൊതുരേഖകളാണ്, അവ കൈവശപ്പെടുത്താൻ എന്താണ് തടസ്സമെന്നറിയില്ല, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുക്കുക, ഞങ്ങളുടെ ഈ വിധിയെക്കുറിച്ച് പറയുക, മജിസ്ട്രേറ്റ് കോടതി സർക്കാരിൻ്റെ ഭാഗം കൂടി കേട്ട് ഉചിതമായ തീരുമാനമെടുക്കുക. ഹൈക്കോടതിക്ക് അങ്ങനെ പറയാൻ കഴിയൂ. കീഴ്ക്കോടതിയോട് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. കീഴ്ക്കോടതിയുടെ ഒരു വിധി തിരുത്താൻ അവകാശമുണ്ടെങ്കിലും കീഴ്ക്കോടതിയോട് ഇങ്ങനെ വിധിക്കൂ എന്ന് പറയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് കീഴ്ക്കോടതിയുടെ തീരുമാനം ഉചിതമല്ല. എന്നാൽ ഈ രേഖകൾ നൽകേണ്ടത് കീഴ്ക്കോടതിയാണ്. അങ്ങനെയുള്ള രേഖകൾ നൽകുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അപേക്ഷ കൊടുക്കൂ. മജിസ്ട്രേറ്റ് കോടതി നിങ്ങളുടെ അപേക്ഷയും സർക്കാരിൻ്റെ ഭാഗവും കേട്ടിട്ട് ഉചിതമായ തീരുമാനമെടുക്കൂ. ഇതാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഇതിനർത്ഥം ഇവരാവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ കൈമാറുമെന്നാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊഴിപ്പകർപ്പും എഫ്ഐആറുമാണ്. എഫ്ഐആറിലും മൊഴിപ്പകർപ്പിലും പറയുന്നത് എന്തൊക്കെയാണ്? ശബരിമലയിൽ നടന്ന സംഘടിതമായ ആസൂത്രിതമായ കൊള്ളയെക്കുറിച്ച്, ഭഗവാനെ പോലും അടിച്ചു മാറ്റാനുള്ള വ്യഗ്രതയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് CPM നിയമിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർമാരും ഒക്കെ ചേർന്ന് നടത്തിയ കൊള്ളയെക്കുറിച്ച്, ആ കൊള്ളയുടെ വിശദാംശങ്ങൾ, ഇതാണ് എഫ്ഐആറിലുള്ളതും മൊഴിപ്പകർപ്പിലുള്ളതും. ഈ മൊഴിപ്പകർപ്പുകളും എഫ്ഐആറും ഇ.ഡിക്ക് കിട്ടിയാൽ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് ശബരിമലയിലേക്ക് പോകാൻ കഴിയും. ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നടത്തുന്നത്. അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കേസുണ്ടെങ്കിൽ ഇ.ഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ മറ്റു നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഇ.ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ്. ഈ വിൽപ്പനയും വാങ്ങലുമൊന്നും ബാങ്ക് അക്കൗണ്ട് വഴിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ വിദേശ സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ ഇ.ഡിയുടെ അധികാര പരിധിയിൽ പെടുന്നതാണ് മണി ലോണ്ടറിങ്. അതുകൊണ്ട് തന്നെ ഇ.ഡിക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാനും കേസന്വേഷണവുമായി മുമ്പോട്ട് പോകാനും താല്പര്യമുണ്ട്. ഇത് CPMനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കും. കാരണം 2014 മുതൽ 2025 വരെയുള്ള ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 മാസം കൂടി അന്വേഷണ സമയം നീട്ടിക്കൊടുത്തതുപോലും ഈ കേസിൻ്റെ വലിപ്പം പരിഗണിച്ചും വിശദാംശങ്ങൾ പരിഗണിച്ചുമാണ്. എന്ന് വെച്ചാൽ കേവലം വാസുവിലോ പത്മകുമാറിലോ ഇത് ഒതുങ്ങി നിന്നെന്ന് വരില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി മുതൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വാസവൻ വരെ അന്വേഷണം എത്താം. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തും അന്വേഷണ പരിധിയിൽപ്പെടാം. അങ്ങനെയെങ്കിൽ അത് CPMന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമായി മാറാം. ശബരിമലയുടെ പേരിൽ പോലും സാമ്പത്തിക തിരിമറികൾ നടത്തുകയും കള്ളപ്പണ ഇടപാടുകൾ നടത്തുകയും ചെയ്തു എന്ന് വരുന്നത് CPMൻ്റെ ഉറക്കം കെടുത്തുന്ന സാഹചര്യമാണ്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇ.ഡി നേരെ ചൊവ്വേ കേസ് അന്വേഷിക്കും എന്ന് വിശ്വസിച്ചാണ്. എന്നാൽ കേരളത്തിൽ ഇതിനു മുൻപ് ഇ.ഡി ഇടപെട്ട കേസുകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് അത്രയങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. ഇ.ഡി എത്തുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അത് ചൂടുപിടിച്ച് നിൽക്കുമ്പോഴാണ് ഇ.ഡി മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ KM എബ്രാഹിമിനും നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസ് അയച്ചതിൻ്റെ ഉദ്ദേശം വാസ്തവത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നില്ല, മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് സഹതാപമുണ്ടാക്കിയായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഈ നോട്ടീസിനപ്പുറത്തേക്ക് ഇ.ഡി അനങ്ങിയിട്ടില്ല.
ഇ ഡി ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. പിണറായി പതിവ് പോലെ മൗനം പുലർത്തുന്നു. തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് ഇ ഡിയുടെ നോട്ടീസ് താൻ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു, സൗകര്യമില്ല പോവാനെന്നാണ്. CPM ആവട്ടെ ഇപ്പോൾ സർക്കാർ തങ്ങളെ പൂട്ടാൻ വേണ്ടി കള്ളക്കേസെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണവുമായി രംഗത്ത് വന്നു. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലും UAE കോൺസുലേറ്റ് വഴിയുള്ള സാമ്പത്തിക ഇടപാടിലുമൊക്കെ പ്രതിക്കൂട്ടിലായ പിണറായി വിജയനും കൂട്ടരും തടി തപ്പുന്നതിന് വേണ്ടി, മാനം കാക്കുന്നതിന് വേണ്ടി, അത് രാഷ്ട്രീയ പക വീട്ടാൻ വേണ്ടി കേന്ദ്രം ED ഇറക്കി കളിക്കുന്നതാണ് എന്ന് പ്രചരണം നടത്തി. ആ പ്രചരണത്തിന് കൊഴുപ്പിക്കാൻ വേണ്ടി ED ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് പോലും എടുത്തു. ജനങ്ങൾ അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു പ്രചരണ തന്ത്രവുമായി CPM രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ തോൽപ്പിക്കാൻ EDയും മോദിയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രചരണമാണ് എന്ന് CPM പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകും. വാസ്തവത്തിൽ എന്തിനാണ് ED ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ ചോദിച്ചു പോവും. CPMനെ സഹായിക്കാൻ വേണ്ടി കൃത്യമായൊരു അജണ്ടയുടെ പുറത്താണോ ഇത്തരം നോട്ടീസുകളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ED അയക്കുന്നത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും പ്രസക്തമാവുന്നു. അതുകൊണ്ടാണ് EDയുടെ വരവ് ആരെ സഹായിക്കാനാണ് എന്ന ചോദ്യം ചിലർക്കെങ്കിലും ഉന്നയിക്കേണ്ടി വരുന്നത്. ഈ രണ്ട് സാഹചര്യത്തിലും ED ഫലപ്രദമായി ഇടപെടൽ നടത്തിയാൽ കൃത്യമായ ഫലം കിട്ടും. ആലോചിക്കുക, കിഫ്ബിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വിദേശ ഫണ്ട് ഉപയോഗിച്ചോ എന്നതല്ല വിഷയം. ആ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് CPMന് വേണ്ടിയാണ്. കിഫ്ബി നാട്ടിലില്ലാത്ത പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വഴി പണം സ്വീകരിച്ചതിന് പിന്നിൽ ലാവ്ലിനുമായി ബന്ധമുണ്ടെന്നും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും അതിൻ്റെ പേരിൽ നടന്ന ഡീലുകളുമാണ് കണ്ടെത്തേണ്ടത്. അതിലേക്ക് പോവാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തിന് പണം ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് CPMനെ സഹായിക്കാനാണ്. അത്തരത്തിലുള്ളൊരു സഹായമായി ശബരിമലയിലെ അന്വേഷണം മാറിയില്ലെങ്കിൽ തീർച്ചയായും പിണറായിക്കും CPMനും ദോഷം ചെയ്യും. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിയാൽ ശബരിമലയിൽ ഇതുവരെ നടത്തിയ കൊള്ളകളുടെ കഥകൾ അവർക്ക് കണ്ടെത്താൻ കഴിയും. ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണവും നേർച്ചപ്പണവും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് CPMൻ്റെ പിണിയാളുകൾ തടിച്ചു കൊഴുത്തത് എന്ന് ഭഗവൻ തന്നെ കാണിച്ചു കൊടുക്കും. പക്ഷേ അതിനുള്ള ഉദ്ദേശശുദ്ധി EDക്കുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്.